മമതാ ബാനർജി വീണ്ടും അധികാരത്തിലെത്തുമോ എന്നതാണ് ചോദ്യം. എത്തില്ല എന്ന് ഏറെക്കുറെ ബി.ജെ.പി തന്നെ ഉറപ്പിച്ചു പറയുകയാണ്. കാരണം ബി.ജെ.പി അത്രയേറെ ഫുൾ കോൺഫിഡൻസിലാണ് ബംഗാളിലുള്ളത്. ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ഇനി അധികാരത്തിലെത്തില്ല എന്ന് ബി.ജെ.പി പറയുന്നു. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ബംഗാളിൽ വെച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ മുഴുവൻ ഗുണ്ടകളും തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം, അതായത് ഏപ്രിൽ 29 കീഴടങ്ങിയില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരും എന്നാണ് പറയുന്നത്. അത്രയേറെ കോൺഫിഡൻസിലാണ് ബി.ജെ.പി. ബംഗാളിൽ എന്തായിരിക്കാനാണ് സാധ്യത? മമതാ ബാനർജി അധികാരത്തിലെത്തുമോ അതോ ബി.ജെ.പി അധികാരം തിരിച്ചുപിടിക്കും? മൂന്നാം ഊഴം പൂർത്തിയാക്കി നാലാം ഊഴത്തിനു വേണ്ടിയുള്ള ജനവിധി തേടുകയാണ് ദീദി എന്ന മമതാ ബാനർജിയുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും. നാലാം ഊഴം ബംഗാൾ ജനത ദീദിക്ക്, മമതാ ബാനർജിക്ക് കൊടുക്കുമോ എന്ന് ദേശീയ തലത്തിൽ തന്നെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയും ബി.ജെ.പി നേതാക്കന്മാരും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണ എന്തായാലും ഭരണമാറ്റം ഉണ്ടാകും, ബംഗാളിൽ ആദ്യമായി ബി.ജെ.പി അധികാരത്തിൽ വരും എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷേ വസ്തുതകൾ എന്താണ് നമുക്ക് പരിശോധിക്കാം. 1998 ജനുവരി 1 ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് മമതാ ബാനർജി തെരുവിലിറങ്ങി. അക്ഷരാർത്ഥത്തിൽ അതിനവരെ പ്രേരിപ്പിച്ചത് ഇടതുപക്ഷം 4/3 ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ബംഗാളിൽ ഇടതുപക്ഷത്തിന്റെ ബി ടീമായാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന അവരുടെ ആരോപണമായിരുന്നു. അത് സത്യമായിരുന്നു. കാര്യം ഒരു കാലത്തും തങ്ങളുടെ ജീവിതകാലത്തൊന്നും ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല എന്നാണ് അന്നത്തെ കോൺഗ്രസുകാർ വിചാരിച്ചിരുന്നത്. സോമൻ മിത്രയായിരുന്നു അന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മൃദു സമീപനമാണ് ഇടതുപക്ഷത്തോട് സ്വീകരിച്ചിരുന്നത്. മമതാ ബാനർജി അതിനെതിരായി കുറച്ച് നേതാക്കന്മാരെ കൂട്ടി പുറത്തു വരികയും ഒരു കാരണവശാലും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് പൊതുജനം തന്നെ കരുതിയിരുന്ന ഇടതുപക്ഷത്തെ തെരുവിലിറങ്ങി വെല്ലുവിളിക്കുകയും ചെയ്തു. വലിയ വലിയ റാലികൾ കൽക്കട്ട നഗരം മുഴുവൻ സംഭിപ്പിച്ചുകൊണ്ട് വള്ളിച്ചെരുപ്പിട്ട് മമതാ ബാനർജി നയിച്ച ആ റാലികളിൽ പിന്നീട് ക്രമേണ ജനലക്ഷങ്ങൾ പങ്കെടുത്തു. അത് കൂടിക്കൂടി വരികയുണ്ടായി. മമതയോടൊപ്പം വന്ന് കുറച്ച് നേതാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരാൾ അജിത് കുമാർ പാഞ്ച, അദ്ദേഹം TMCയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ആദ്യത്തെ. മുകുൾ റോയ്, പങ്കജ് ബാനർജി, തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവാണ് പങ്കജ് ബാനർജി. അങ്ങനെ കുറച്ചു നേതാക്കന്മാർ. TMCയുടെ ശക്തമായ രാഷ്ട്രീയ വേരോട്ടം സംഭവിക്കുന്നത് ബുദ്ധദേവ് ഭട്ടാചാര്യ മന്ത്രിസഭ എടുത്ത ചില തീരുമാനങ്ങളാണ്. അത് നാനോ ഫാക്ടറിക്ക് വേണ്ടി സിംഗിരൂരിൽ 2006 കൃഷിഭൂമി ഏറ്റെടുത്തു. അതിനെതിരായി വലിയ പ്രക്ഷോഭമുണ്ടായി. അതിനുശേഷം 2007 നന്ദിഗ്രാമിൽ പ്രത്യേക സാമ്പത്തിക സോണിന് വേണ്ടി കൃഷിഭൂമി ഏറ്റെടുത്തു. വലിയ പ്രതിഷേധ സമരമുണ്ടായി. പോലീസ് വെടിവെപ്പിൽ 14 പേർ മരിച്ചു. ഒട്ടേറെ പേർ മരിച്ചു. അതിനെക്കാട്ടിലും കൂടുതൽ ആൾക്കാർ മരിച്ചു എന്നാണ് മമതാ ബാനർജി അന്നും ഇന്നും ആരോപിക്കുന്നത്. അത് വലിയ ബഹുജന പ്രക്ഷോഭത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചു. ഇടതുപക്ഷത്തിന് മുഴുവൻ കാര്യങ്ങളും കൈവിട്ടുപോയി. അങ്ങനെയാണ് മമതാ ബാനർജിയുടെ പ്രസിദ്ധമായ മുദ്രാവാക്യം ഉണ്ടാകുന്നത്. അത് കൃഷിഭൂമി സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള മാതി മനീഷ്. മാ എന്നാൽ അമ്മ, മാതി മണ്ണ്, മാതൃഭൂമി, മനുഷ്യർ. മാതി മാതൃഭൂമി ബംഗാളിൽ ഇടതുപക്ഷത്തിനെതിരായ മാർച്ചിങ് സോങ് ആയി മാറി. ആ പേരിൽ മമതാ ബാനർജി ഒരു പാട്ട് എഴുതി, പുസ്തകം എഴുതി. ജാഗോ ബംഗ്ല എന്ന പത്രവും TMC ആരംഭിച്ചു. ഞാൻ നേരത്തെ ഒരു പരിപാടിയിൽ പറഞ്ഞ പോലെ ഭദ്രലോക് എന്ന ഇടതുപക്ഷത്തോടൊപ്പം നിന്നിരുന്ന ബംഗാളിലെ ബുദ്ധിജീവികളിൽ ഭൂരിപക്ഷവും തൃണമൂൽ കോൺഗ്രസിനോടൊപ്പം ചേരുകയും കർഷക പ്രക്ഷോഭത്തിൽ, ബഹുജന മുന്നേറ്റത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. അങ്ങനെ ഇടതുപക്ഷത്തിന്റെ 34 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 2011
മമതാ ബാനർജി ബംഗാളിൽ അധികാരത്തിലേറ്റു. അതിനുശേഷം 3 തവണ, ഇത്തവണ 4ാം ഊഴം തേടിയാണ് മമതാ ബാനർജി മത്സരിക്കുന്നത്. ഇതിനുള്ളിൽ പ്രതിപക്ഷത്ത് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. BJP മുഖ്യ പ്രതിപക്ഷമായി വളർന്നു വരികയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അധികാരം പിടിക്കാനായി വലിയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. അത് ഭാഗികമായി മാത്രമേ വിജയിച്ചുള്ളൂ. കാര്യം പ്രതിപക്ഷത്തെ വലിയ ശക്തിയായ അവർ വരികയും ഒരു കാലത്ത് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിച്ച അതേ സമര പദ്ധതിയിൽ തന്നെ കഴിഞ്ഞ 5 വർഷവും അവർ നിലയുറപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ തികച്ചും വ്യത്യസ്തമാണ്. കാരണം കഴിഞ്ഞ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നതിൽ 11.88% ആൾക്കാർ പുതിയ വോട്ടർ പട്ടികയിൽ ഇല്ല. പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കൽ നടപടിക്രമങ്ങൾക്ക് ശേഷം 90.1 ലക്ഷം ആൾക്കാർ, 90 ലക്ഷത്തിലധികം ആൾക്കാർ വോട്ടർ പട്ടികയിൽ നിന്നും അപ്രത്യക്ഷരായി. അത്രയും പേർ വോട്ടർ പട്ടികയിലില്ല. ഇത് സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെ ബാധിക്കും എന്ന് വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായി മമതാ ബാനർജി തന്നെ കോടതിയിൽ പോയി, സുപ്രീം കോടതി വരെ പോയി വാദിച്ച ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനുശേഷം ഇലക്ഷൻ കമ്മീഷന്റെ നടപടികളിൽ തൃപ്തരല്ലാത്തവർക്ക് ഒരു നിയമിക്കപ്പെട്ട ഒരു പ്രത്യേക കമ്മീഷൻ മുമ്പാകെ അപ്പീൽ കൊടുക്കാം. അങ്ങനെ അപ്പീൽ കൊടുത്ത പേര് നീക്കപ്പെട്ടവരിൽ 4-5 ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടവരിൽ ഭൂരിപക്ഷം പേരും മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ TMCക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്തു വന്നവരാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരിൽ പലരും കരുതുന്നത്. പക്ഷെ മറുവാദവുമുണ്ട്. കാര്യം ഡ്യൂപ്ലിക്കേഷൻ വന്ന ഒരു 60 ലക്ഷത്തോളം പേർ പല സ്ഥലങ്ങളിൽ വോട്ടുള്ളവരാണ്, നാട് വിട്ടു പോയവരാണ്, അല്ലെങ്കിൽ ഇല്ലീഗലായി ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് എന്നുള്ള വാദവും ഉണ്ട്. എന്തായാലും വോട്ടർ പട്ടികയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ കൽക്കട്ട നഗരത്തിൽ തന്നെ 11 നിയോജക മണ്ഡലങ്ങളുണ്ട്. ഒരു പ്രമുഖ പത്രപ്രവർത്തകർ പറയുന്നത് ഈ 11 നിയോജക മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണ വിജയിക്കുണ്ടായിരുന്ന ഭൂരിപക്ഷം, വിജയികൾ മുഴുവൻ TMC സ്ഥാനാർത്ഥികളായിരുന്നു, അവർക്കുണ്ടായിരുന്ന ഭൂരിപക്ഷത്തെക്കാട്ടിലും കൂടുതൽ ഒരു മണ്ഡലത്തിൽ 90,000 പേരെയാണ് ഇത്തവണ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയിട്ടുള്ളത്. മറ്റൊരു മണ്ഡലത്തിൽ 40,000 പേരെ. അങ്ങനെ സംസ്ഥാനത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ടർ പട്ടികയിൽ വന്ന ഈ കുറവ് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെയാണ് എങ്കിലും തങ്ങൾ തീർച്ചയായും വിജയിക്കും എന്നാണ് TMC വിശ്വസിക്കുന്നത്. അതിന് 2-3 കാരണങ്ങളുണ്ട്. സ്ത്രീ വോട്ടർമാർ ഇപ്പോഴും മമതാ ബാനർജിയുടെ TMCക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. കാര്യം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒട്ടേറെ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ മമതാ ബാനർജി വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ലക്ഷ്മി ഭണ്ഡാർ, കന്യാശ്രീ, സ്വാസ്ഥ്യ സാഥി എന്നൊക്കെയാണ് ആ പരിപാടികളുടെ പേര്. സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം ലഭിക്കുന്ന പരിപാടികളാണ്. ഇത് മാത്രമല്ല, വളരെ പിന്നാക്കാവസ്ഥയിലാണ് ബംഗാൾ. നമുക്കറിയാം, ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കേരളത്തിലെ ഒരു സിനിമാ സംവിധായകൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന സിനിമ വീണ്ടും എടുക്കുകയാണെങ്കിൽ ബംഗാളിൽ പോയാൽ മതി, സെറ്റിടാതെ എടുക്കാൻ പറ്റും. കാര്യം 50കളിലെ കേരളമാണ് ബംഗാളിൽ ഇപ്പോൾ. അത്രയ്ക്ക് പിന്നാക്കാവസ്ഥയാണ്. ആ പിന്നാക്ക പശ്ചിമ ബംഗാളിൽ റോഡ് വികസനം വലിയ തോതിൽ നടപ്പിലാക്കാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞു. വൈദ്യുതീകരണം, ഇപ്പോഴും വൈദ്യുതി എത്താത്ത ഗ്രാമങ്ങൾ പശ്ചിമ ബംഗാളിലുണ്ട്. വൈദ്യുതീകരണവും വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർക്കെതിരായിട്ടുള്ള TMCക്കെതിരായിട്ടുള്ള വലിയ ആരോപണം, അത് ഞാൻ ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് പരിചയപ്പെട്ട RSPയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്, ഞങ്ങളുടെ ഓഫീസുകൾ മുഴുവൻ TMC കയ്യേറി, പ്രവർത്തിക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് RSP ഉൾപ്പെടെയുള്ള CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഇപ്പോഴും പറയുന്നുണ്ട്. എന്തായാലും ഗുണ്ടാരാജ് അവിടെ ഒരു വലിയ പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പ്രശ്നമാണ്. അതുകൊണ്ടായിരിക്കും ഗുണ്ടകൾ മുഴുവൻ TMCയുടെ ആൾക്കാരാണ്. അതുകൊണ്ട് അവര് ആയുധം വെച്ച് കീഴടങ്ങണം എന്ന് പ്രധാനമന്ത്രി പോലും ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ TMCക്കെതിരായി NDAയും BJPയും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം ക്രമസമാധാന നില തകർന്നു എന്നുള്ളതാണ്. തങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ദുർഗാ സ്ക്വാഡ് എന്നൊരു പ്രത്യേക സ്ത്രീ സംരക്ഷണ സേന ഉണ്ടാക്കും എന്ന് പോലും BJPയുടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഇതൊക്കെയാണ് എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ
ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ സർവേ റിപ്പോർട്ടുകൾ, പ്രമുഖ ഏജൻസികളുടെ സർവേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഈ സർവേ റിപ്പോർട്ടുകൾ അനുസരിച്ച് TMC 4ാമത്തെ പ്രാവശ്യവും ബംഗാളിൽ വിജയിക്കും എന്നാണ്. അത് മാട്രിക്സ്, സീ വാട്ടർ, ടൈംസ് നൗ, ഇന്ത്യ ടുഡേ തുടങ്ങിയ 4 പ്രമുഖ സർവേകൾ, അവർ നടത്തിയ സർവേകൾ റിപ്പോർട്ട് പ്രകാരം കുറഞ്ഞത് 148 സീറ്റ് മുതൽ 170 സീറ്റ് വരെ TMCക്ക് ലഭിക്കും. 148 സീറ്റുകളാണ് അവർക്ക് ജയിക്കാൻ വേണ്ട ഭൂരിപക്ഷം. BJPയും ശക്തമായി നിലകൊള്ളും. 105 മുതൽ 130 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കും. നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞ പോലെ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിലാണ്. കോൺഗ്രസിന് ആദ്യമായി കുറെ വർഷങ്ങൾക്ക് കഴിഞ്ഞ 2 നിയമസഭകളിലും പ്രാതിനിധ്യമുണ്ടായിരുന്നില്ല. അവർക്ക് ഏതാനും സീറ്റുകൾ ലഭിക്കും. ഇടതുപക്ഷവും കോൺഗ്രസും ഈ പ്രാവശ്യം 2ആയാണ് മത്സരിക്കുന്നത്. 2 പേർക്കും കൂടി 8 മുതൽ 20 വരെ സീറ്റുകൾ ലഭിക്കും എന്നാണ് ഈ ഏജൻസികൾ നൽകിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകളിൽ പറയുന്നത്. BJPക്ക് 39 മുതൽ 41% വരെ വോട്ടുകൾ ലഭിക്കും എന്നും ഈ സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അതിശക്തമായ തീവ്രമായ മത്സരമാണ് ബംഗാളിൽ നടക്കുന്നത്. 4ാം തവണയും ഈ പ്രതികൂല കാലാവസ്ഥ മുഴുവൻ അതിജീവിച്ചുകൊണ്ട്, വോട്ടർ പട്ടികയിൽ നിന്നും 90 ലക്ഷം പേർ നീക്കം ചെയ്യപ്പെടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഫലപ്രവചനം അസാധ്യമാക്കുന്ന വിധമുള്ള ഭൗതിക സാഹചര്യമാണ്. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ബംഗാളിൽ മമതാ ബാനർജിക്ക് തിരിച്ചു വരാൻ കഴിയുമെങ്കിൽ അത് മമതാ ബാനർജിയുടെ വളരെ ധീരമായ ഒരു നേതൃത്വം മാത്രമാണ്. ഇപ്പോഴും കൽക്കട്ട നഗരത്തിലെ കാളിക്കട്ടിലെ ഒരു ഇടുങ്ങിയ തെരുവിൽ, അത് മഴക്കാലത്ത് മുഴുവൻ വെള്ളക്കെട്ടുള്ള ഒരു തെരുവിലെ പരമ്പരാഗതമായ വീട്ടിലാണ്, കുടുംബ വീട്ടിലാണ് മമതാ ബാനർജി മുഖ്യമന്ത്രി ആയപ്പോഴും താമസിക്കുന്നത്. വള്ളിച്ചെരുപ്പിട്ടാണ് നടക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങളൊന്നും ഇല്ല. അങ്ങനെ തങ്ങളിൽ ഒരുവളാണ് എന്നുള്ള ഒരു ഇംപ്രഷൻ മമതാ ബാനർജി ഇപ്പോഴും നിലനിർത്തുന്നുണ്ട്. അത് അധികാരത്തിന്റെ ഗർവ് മമതാ ബാനർജിയുടെ വ്യക്തി ജീവിതത്തെ ബാധിച്ചിട്ടില്ല എന്ന വലിയ ഒരു പോസിറ്റീവ് പോയിന്റ് മമതാ ബാനർജിയുടെ രാഷ്ട്രീയത്തെ വിധി നിർണായകം ആക്കുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ട് ബംഗാളിൽ രാഷ്ട്രീയം തിളച്ചുമറിയുകയാണ് എങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. പക്ഷേ പ്രതിപക്ഷത്തെ വലിയ ശക്തിയായി ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും TMCയെ അധികാര ഭ്രഷ്ടമാക്കാൻ BJPക്ക് കഴിഞ്ഞേക്കാം എന്നാണ് ബംഗാളിൽ നിന്ന് ഇപ്പോൾ വരുന്ന രാഷ്ട്രീയ പാഠങ്ങൾ, രാഷ്ട്രീയ വാർത്തകൾ എന്നാണ് എന്റെ വിശ്വാസം. യെസ്, എന്തായാലും സാറ് പറഞ്ഞതുപോലെ ബംഗാളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയില്ല എന്ന് തന്നെയാണ്. പക്ഷേ മമതാ ബാനർജിക്ക് ലഭിക്കാൻ പോകുന്ന വോട്ടുകൾ അത് ഏത് രീതിയിൽ ഉണ്ടാകാനാണ് സാധ്യത എന്നാണ് BJP ഉറ്റുനോക്കുന്നത്. പ്രദീപ് സാറ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബംഗാളിൽ മമതാ ബാനർജിക്ക് ഒട്ടനവധി സ്ത്രീ വോട്ടർമാരുടെ പിന്തുണയുണ്ട്. അതുകൊണ്ട് കൂടി അവർക്ക് പ്രതീക്ഷയുണ്ട്. പിന്നെ ഒന്ന്, അവരുടെ ഏറ്റവും ലളിതമായ ജീവിതം, അഹങ്കാരത്തിന്റെ യാതൊരു കുറവുമില്ലാത്ത മുഖ്യമന്ത്രിയാണ് എന്ന് പോലും കാണുന്ന ഒരാളെയും തോന്നിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ലളിതമായ ജീവിതമാണ് മമതാ ബാനർജി നയിക്കുന്നത്. ഇതൊക്കെ ആളുകൾക്കിടയിൽ സ്വാധീനം ചെലുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ.